ഇങ്ങനെ ജീവന്റെ ശക്തിയായിരിക്കുന്ന ആ ബീജം പുറത്തു പോയപ്പോഴാണ് മനസ്സിലായത് ജഡീകൃതം. എൻ്റെ മനസ്സിപ്പോ ഏതിലേക്കാണ് വന്നിരിക്കുന്നത്? ജഡത്തിലേക്കാണ് വന്നത്. ഞാനൊരു ജഡമായി തീർന്നിരിക്കുന്നു എന്ന് പരമശിവന് ബോധ്യം വന്നു. ഞാൻ വാസ്തവത്തിൽ ആരാണ്? ജഡം മാത്രമാണോ? അല്ല, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം കൂടിയാണ്. അപ്പം ആദ്യം ചൈതന്യത്തിലായിരുന്നോ മനസ്സ്, പിന്നീട് അത് കാമാവേശം വന്ന് ജഡത്തിലേക്ക് ചേർന്നു. ഇപ്പോൾ ഞാനൊരു ചൈതന്യ സ്വരൂപനല്ല, മറിച്ച് ജഡസ്വരൂപനാണ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഈ കഥ നിങ്ങൾ വിചാരിക്കേണ്ടത് പരമശിവന്റെ കഥയാണെന്ന്. നമ്മുടെ കഥ പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ നമ്മുടെ മനസ്സ് വന്നിരിക്കുന്നത് ചൈതന്യത്തിൽ നിന്നാണെങ്കിൽ, കുട്ടിക്കാലത്ത് തന്നെ ചെറിയ കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, കാമാവേശങ്ങളൊന്നുമില്ല, ഉണ്ടോ? അത് എവിടെ തന്നെയാണ്? ജഡത്തിലല്ല മനസ്സിരിക്കുന്നത്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ ചെറിയൊരു കുട്ടിയെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈശ്വര തുല്യം തൊട്ട് തലയിൽ വെക്കുന്നത്. അത്രയും പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന കുട്ടിയുടെ മനസ്സ്, ആ കുട്ടിക്ക് പുഞ്ചിരിയും സന്തോഷവും വരുന്നത് ജഡത്തിൽ നിന്നല്ല, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ നിന്നാണ്. പക്ഷെ പിന്നീട് കാമങ്ങൾ മനസ്സിലേക്ക് കയറി കയറി മോഹിനിമാരുടെ പിന്നാലെ ഓടി മനസ്സ് ക്രമേണ ക്രമേണ ആരായിത്തീരുന്നു? ജഡമായിത്തീരുന്നു. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമുണ്ടായിട്ടും മനസ്സിന് എന്തായി മാറാൻ പറ്റും? ജഡമായി മാറാൻ പറ്റുമെന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. പിന്നീട് ശക്തികളൊക്കെ ചോർന്ന് മനുഷ്യൻ സ്വയം തന്നെ താഴ്ത്തിക്കൊണ്ട് ഇനി എനിക്കെന്ത് പുരോഗതി ഉണ്ടെന്ന് അവൻ ശപിക്കുമ്പോഴാണ് ഇവിടെ ഇനി അടുത്ത പടി നമുക്ക് കാണിച്ചു തരുന്നത്. ഉടനെ തന്നെ അതാപഗതമാഹാത്മ്യം ആത്മനോ ജഗതാത്മനാം അപരിജ്ഞേയ വീര്യസ്യാം നമേനേ തദുഹാത്ഭുതം തമവിക്ലമ വിക്രീഡം ആലക്ഷ്യമധുസൂദനാം ഉവാച പരമപ്രീതോ ബിഭ്രസ്വം പൗരുഷിം തനും. വേഗം തന്നെ അവഗതം മാഹാത്മ്യം, തൻ്റെ അവബോധമുണ്ടായി, തൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ബോധമുണ്ടായി. ഞാൻ ഇതല്ലല്ലോ, ജഡമല്ലല്ലോ, ഞാൻ ആരാണ്? ചൈതന്യമാണ്. നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച്, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ദുഃഖിക്കുകയല്ല ശിവൻ ചെയ്തത്. ഉടനെ തന്നെ ശിവൻ തൻ്റെ മനസ്സിനെ ആരിലേക്ക് തിരിച്ചു? തൻ്റെ മാഹാത്മ്യത്തിലേക്ക് തിരിച്ചു എന്നാണ്. ശ്രദ്ധിക്കൂ ഈ പറയുന്നത്. നമ്മുടെ മനസ്സിനുണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്തു പോയാൽ പോലും അതിൽ തന്നെ ഇരുന്ന് ദുഃഖിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ മുരടിപ്പിക്കാൻ പറ്റും. അതിൽ നിന്ന് മനസ്സിനെ വേർതിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയതയിലേക്ക് തിരിയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവാണ്. വെറുതെ ഇരുന്ന് നാമം ജപിക്കുന്ന അല്ല ഭക്തി. നാമം ജപിക്കുന്നത് നാവ് കൊണ്ട് ജപിക്കാം, അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സ് ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക് തിരിയണം. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ശങ്കരാചാര്യസ്വാമികൾ പറയും ഭക്തി എപ്പോഴാണ് ഭക്തിയാവുന്നത്? സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരേവ. ഭക്തി എന്ന് പറയുന്നത് സ്വരൂപത്തിലേക്ക് മനസ്സ് വരികയാണ്. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെ. നാരദമഹർഷി ഭക്തിയെ നിർവചിക്കുന്നത് ഭക്തിത്തു പരമപ്രേമം എന്നാണ്. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലുള്ള പരമമായ പ്രേമം തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നാമം ചൊല്ലലൊക്കെ ആ ഒരു ഭക്തിയുടെ ഒരു ഭാഗം മാത്രമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കും. നമുക്കതിനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ തളരുന്നത് എന്തുകൊണ്ടാണ് അയാൾ ദുഃഖിക്കുന്നത്? കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് ഇരുന്ന് ദുഃഖിച്ച് അതിൽ മനസ്സ് വെച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. നമുക്കാണെങ്കിലോ അതിൽ നിന്ന് മനസ്സിനെ ഉയർത്താനുള്ള കഴിവുണ്ട്. അത് നമ്മൾ അഭ്യസിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പരമശിവനെ പോലെ നമുക്കും പറയാം, അതാപഗതമാഹാത്മ്യം ആത്മനോ ജഗതാത്മനാം അപരിജ്ഞേയ വീര്യസ്യാം നമേനേ തദുഹാത്ഭുതം. എൻ്റെ അത്ഭുതകരമായ ഈ പരമസത്യത്തെ ഞാൻ മനസ്സിലാക്കിയല്ലോ. സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. ഞാൻ അതിൽ നിന്നും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. ഞാൻ അതിൽ നിന്നും എൻ്റെ മനസ്സിനെ ഉയർത്തലാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ ചെന്ന് നമസ്കരിച്ചു. ആ സമയത്ത് നേരത്തെ മോഹിനിയെ കണ്ടത് സ്ത്രീ ആയിട്ടാണെങ്കിൽ അതേ മോഹിനിയെ കാണുന്നത് ഇപ്പോൾ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം തന്നെയാണ്. നമാമിത്വം അഹം ദേവീം. അവിടെ ദേവിയുടെ രൂപത്തിലാണ് കാണുന്നത്. ദൃഷ്ട്യാത്വം വിബുധ ശ്രേഷ്ഠാം സ്വാം നിഷ്ഠാം ആത്മനാ സ്ഥിതാം യന്മേ സ്ത്രീ രൂപയാ സ്വൈരം മോഹിതോപ്യംഗമായയാം. ഭഗവാനെ അവിടുന്ന് പരമശിവനോട് പറയാണ് മഹാവിഷ്ണു, അവിടുന്നുണ്ടല്ലോ, അവിടുന്ന് ഒരു നിമിഷം കൊണ്ട് വിബുധ ശ്രേഷ്ഠ സ്വാം നിഷ്ഠാം ആത്മനാസ്ഥിത,
അങ്ങൊരു നിമിഷം കൊണ്ട് അങ്ങയുടെ സ്വരൂപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. സാധാരണ ആളുകൾ സ്ത്രീ രൂപയാ സ്വൈരം മോഹിതോപ്യംഗമായ, അവരാ മായയിൽ അങ്ങനെ മോഹിച്ച് അത് തന്നെ സത്യമെന്ന് കരുതും. അതുകൊണ്ട് കോനോമേ അതിരതന്മായം വിശക്തസ്തുതേ പുമാൻ താം സം വിസൃജതിം ഭാവൻ ദുസ്തരാം അകൃതാത്മഭീ. സാധാരണ ആളുകളുണ്ടല്ലോ, വളരെ പ്രയാസകരമാണ് ഈ മനസ്സിനെ കൊണ്ടുവരല് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങുണ്ടല്ലോ അത് വളരെ എളുപ്പത്തിൽ വിശക്തത്വദ്രതേ പുമാൻ, വളരെ എളുപ്പത്തിൽ അങ്ങയുടെ മനസ്സിനെ അങ്ങേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. ഭഗവാനെ, ഇതെല്ലാം അവിടുത്തെ ശക്തി കൊണ്ടാണ്. അങ്ങ് എൻ്റെ രൂപത്തിൽ അതീവമായി മോഹിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാണ്. ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുകയാണത്? മഹാവിഷ്ണു ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? പരമശിവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇതിൻ്റെ ഉൾക്കാഴ്ചയിലൂടെ കാണണം. അതെന്താണ്? നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം, അത് നമ്മൾ ഏത് രീതിയിൽ കൊണ്ടു നടക്കുന്നുവോ അതിനനുസരിച്ചിട്ടായിരിക്കും അനുഭവങ്ങൾ നമുക്കുണ്ടാവുക. നിങ്ങൾ മനസ്സിനെ വെറുതെ വിട്ടാൽ അതുണ്ടല്ലോ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ദുഃഖിക്കും, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സങ്കല്പിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മനസ്സിന് സ്വപ്നങ്ങൾ കാണാനും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കാനും സാധിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ മനസ്സിനെ വേർതിരിക്കാൻ നമുക്ക് പറ്റും. അതേ മനസ്സിനെ നമുക്ക് അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആരിലേക്ക് കൊണ്ടുവരാം? ഭഗവാനിലേക്ക് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സിന് താഴാനുമുള്ള കഴിവുണ്ട്, ഉയരാനുമുള്ള കഴിവുണ്ട്. അപ്പം എന്ത് വേണം? നമ്മൾ പഠിക്കേണ്ടുന്നൊരു പാഠം, ഒരു തെറ്റാവുന്നത് നാം അതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം കളയുമ്പോഴാണ്. ഒരു രത്നാകരൻ അനവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളുടെ തെറ്റിൽ നിന്നും മനസ്സിനെ ആത്മാവായിരിക്കുന്ന രാമനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അയാളുടെ സകല തെറ്റിൽ നിന്നും മുക്തനായി തീർന്നു. ഇതാണ് ഭാരതീയ സംസ്കാരം. തെറ്റിനെ ഓർത്ത് ജീവിക്കാനല്ല പറയുന്നത്, തെറ്റിൽ നിന്നും മനസ്സിനെ ഉയർത്താനാണ് പറയുന്നത്. അതുപോലെ തന്നെ നോക്കൂ, അനവധി ആളുകൾ, ധൃതരാഷ്ട്രർ അയാളുടെ ജീവിതം മുഴുവൻ സമ്പത്ത് 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 എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി. വിതുരൻ ശ്രദ്ധ തിരിച്ചു, അയാളുടെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചു. അജാമിളന്റെ കഥ നമ്മൾ വായിച്ചു. ആ അജാമിളന്റെ മനസ്സ് ഒരു കാമരൂപിണിയായിരിക്കുന്ന കാമിനിയായിരിക്കുന്ന ഒരു സ്ത്രീയിലേക്ക് ചെന്നു. അയാളുടെ ശ്രദ്ധ അയാൾക്ക് തിരിക്കാൻ സാധിച്ചു. ഏതൊരു വ്യക്തിയുടെയും ശ്രദ്ധ അയാൾക്ക് തിരിക്കാൻ സാധിക്കും എന്നുള്ളൊരു കഴിവ് അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ ഒരിക്കലും തളർത്തുകയില്ലായിരുന്നു. അപ്പം മനസ്സ് പലരെയും തളർത്തുന്നതിന് കാരണം അവരവരുടെ മനസ്സിനെ ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ വെക്കുന്നു. എവിടെ വെക്കുന്നില്ല? ഇപ്പോൾ ഇവിടെ ആരാണ് എൻ്റെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ആരാണ് എന്നെ ഇവിടെ നിലനിർത്താൻ സഹായിക്കുന്നത്? കഴിഞ്ഞുപോയ പ്രശ്നങ്ങളാണോ സഹായിക്കുന്നത്, അതോ ഇനി വരാൻ പോകുന്ന സ്വപ്നങ്ങളാണോ എൻ്റെ കൂടെ ഉള്ളത്? ഇത് മനസ്സിൽ നല്ലവണ്ണം ഉറപ്പിച്ച് ശ്രദ്ധയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, ആ സംസ്കാരം നമ്മളെ ഉള്ളിലുണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം? മനസ്സിന് വെറുതെ ഇരിക്കാൻ ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കരുത്. മനസ്സുണ്ടല്ലോ, കുട്ടിക്കാലത്തെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന വീഴ്ച എന്താണെന്ന് വെച്ചാൽ വെറും പഠനം മാത്രമായിട്ട് മനസ്സത് ബോറടിച്ചു പോവുകയാണ്. മനസ്സിനാണെങ്കിൽ അനവധി കഴിവുകളുണ്ട്, പല കഴിവുകളുമുണ്ട്. ഭജന പാടാനുള്ള കഴിവുണ്ട്, നാമം ചൊല്ലാനുള്ള കഴിവുണ്ട്, വായിക്കാനുള്ള കഴിവുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, ഇല്ലേ? അത്രയും സാധ്യതകൾ ഉണ്ടായിട്ട് നമ്മളതിനെ ഒതുക്കി വെക്കുമ്പോണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തെ മുരടിപ്പിച്ച് കളയുന്നു. അപ്പോൾ വലിയൊരു സത്യം നമ്മുടെ പൂർവികന്മാർ പറയുന്നത്, നെവർ അലൗ ദ മൈൻഡ് ടു സിറ്റ് ഐഡിൽ. എൻ ഐഡിൽ മൈൻഡ് ഈസ് എൻ ഡെവിൾസ് വർക്ക്ഷോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കാൻ അവസരം കൊടുക്കരുത്. ഓരോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിൻ്റെ ശ്രദ്ധ ആരിലേക്കും കൊണ്ടുവരാൻ പറ്റും? ഭഗവാനിലേക്കും കൊണ്ടുവരാൻ പറ്റും. ശരിയല്ലേ? അത് പരിശീലിച്ചെടുക്കണം നമ്മൾ. ഇത് ഭഗവാൻ മഹാവിഷ്ണു പരമശിവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ തന്നെ കുരുങ്ങിയിരിക്കാതെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരുമോ. നമ്മളുണ്ടല്ലോ ആവുന്ന കാലത്ത് പരിശ്രമിക്കുന്നതൊക്കെ നമ്മളെ നേരെയാക്കാനല്ല ശ്രമിക്കുന്നതേ, ഒക്കെ മറ്റുള്ളവരെ നേരെയാക്കാൻ ശ്രമിച്ച് നമ്മുടെ ജീവിതം അങ്ങനെ മുരടിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബഹളങ്ങളൊക്കെ ലോകത്തിൽ നടക്കുന്നത്. ഒരു സ്ഥലത്ത് വിമൻസ് നാഷണൽ കോൺഫറൻസ് നടക്കുകയാണ്, പെണ്ണുങ്ങളുടെ. അപ്പം അതിലത്തെ മുഖ്യ വിഷയം എന്താ വെച്ചാൽ ഈ ഭർത്താക്കന്മാരെ എങ്ങനെ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കാമെന്ന്. നമ്മളെങ്ങനെ എൻഗേജ്ഡ് ആക്കാമെന്നല്ല അവർ പറയുന്നത്, ഭർത്താക്കന്മാരെ. ഇപ്പോൾ ഒരു സ്ത്രീ ആദ്യം തന്നെ ചാടിയിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു അലസ ശിരോമണി. ഒരു കാര്യം ഞാൻ നിശ്ചയിച്ചു,
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി അങ്ങയുടെ വസ്ത്രമൊന്നും ഞാൻ വാഷ് ചെയ്യില്ല എന്ന്. ഇനി വാഷ് ചെയ്യുന്ന പ്രശ്നമില്ല. ജോലിക്കാരി ഞാൻ പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ ആര് വാഷ് ചെയ്യും? ഒരു ദിവസം ഞാൻ പറഞ്ഞു, അന്ന് അയാൾ വാഷ് ചെയ്തില്ല, ഞാനും വാഷ് ചെയ്തില്ല, അതവിടെ കുമിഞ്ഞ് കൂടി കിടന്നു. രണ്ടാമത്തെ ദിവസവും ഞാൻ വാഷ് ചെയ്തില്ല, അയാളും വാഷ് ചെയ്തില്ല, അതവിടെ കിടന്നു. മൂന്നാമത്തെ ദിവസം അയാൾക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് വാശിയൊന്നും നടക്കില്ല എന്ന്. അയാൾ സ്വയം അതൊക്കെടുത്ത് വാഷ് ചെയ്തു. നാലാമത്തെ ദിവസമായപ്പോഴേക്കും അദ്ദേഹം എൻ്റെതും കൂടെ വാഷ് ചെയ്യാൻ നന്നായി, അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ ഭർത്താവിന് മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറെ സ്ത്രീ ചാടി എണീറ്റ് പറഞ്ഞു, ഞാനും ഉണ്ടല്ലോ എൻ്റെ വീട്ടിലൊരു പുതിയൊരു തീരുമാനം എടുത്തു. എൻ്റെ ഭർത്താവ് മനസ്സ ശിരോമണിയാണ്. ഞാനെന്ത് നിശ്ചയിച്ചു? ഭർത്താവിനോട് പറഞ്ഞു, ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയല്ല, അങ്ങയുടെ വകയാണ്. തീരുമാനിച്ച് ഞാൻ വെക്കില്ല എന്ന്. ഒന്നാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായില്ല, ഞാനും വെച്ചില്ല, അയാളും വെച്ചില്ല. രണ്ടാമത്തെ ദിവസം ഉണ്ടായില്ല, ഞാനും വെച്ചില്ല, അയാളും വെച്ചില്ല. മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് മനസ്സിലായി വെച്ചേ പറ്റുള്ളൂ എന്ന്. ഇപ്പം എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്നത് ഭർത്താവാണ്. ഉടനെ മൂന്നാമത്തെ ഒരു സ്ത്രീ ചാടിയണിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലുണ്ടല്ലോ ഞങ്ങൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ എല്ലാം ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരണം. എൻ്റെ ഭർത്താവ് ഒന്നിനും പുറത്തു പോവില്ല, ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും. അപ്പം ഞാൻ ഭർത്താവിനോട് ഒരു ഷോപ്പിംഗ് അങ്ങയുടെ പണിയാണ്. ഒന്നാമത്തെ ദിവസം അയാളും പോയില്ല, ഞാനും പോയില്ല. രണ്ടാമത്തെ ദിവസം അയാളും പോയില്ല, ഞാനും പോയില്ല. മൂന്നാമത്തെ ദിവസമോ ഞാൻ തന്നെ പോയി, എനിക്ക് 2 പല്ലും പോയി കിട്ടിയെന്ന്. ഇതാണ് ലോകം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ സമയം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് സഹായമാവില്ല. ഇത് ചിലർക്കൊക്കെ ഇത് അപകടത്തിലായിത്തീരും. അങ്ങനെയാണ് വീട്ടിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ നേരെയാക്കാനല്ല, അവനവൻ്റെ മനസ്സിനെ എങ്ങനെ നേരെയാക്കി എടുക്കാം. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സിനെ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലുണ്ടല്ലോ, നമ്മൾ ജീവിതത്തെ അങ്ങോട്ട് ഇതാണ് എന്നങ്ങോട്ട് തെറ്റിദ്ധരിച്ച് അവരുടെ ജീവിതത്തെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആവശ്യമായി ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് ആർക്കും തൻ്റെ ജീവിതത്തിൽ ഇടപഴകുന്നത് ഇഷ്ടമല്ലാതെ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വിവേകം നമുക്കുണ്ടാവണം പറയാണ്. അതുകൊണ്ട് ഭഗവാൻ പരമശിവനെ ചെയ്തു നോക്കൂ, അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടം നോക്കൂ. പരമശിവൻ ഈ അനുഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏവം ഭഗവതാരാജൻ ശ്രീവത്സാംഗേന സൽകൃതാം ആമന്ത്രിതം പരിക്രമ്യ സഗണസ്വാലയം യയോ. അവിടുന്ന് പരമശിവൻ കൈലാസത്തിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് സതീദേവിയോട് പറയാണ്, തൻ്റെ അബദ്ധങ്ങളൊക്കെ സതിയോട് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം ആർക്കുണ്ടായി? ഇന്നാണെങ്കിൽ ആരെങ്കിലും പറയുമോ? സതി കൂടെ പോയിട്ടുണ്ട്. സതി നല്ലൊരു ഭാര്യ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു പരമശിവൻ. ഇന്നായിരുന്നുവെങ്കിൽ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഭർത്താവ് വേറൊരു സ്ത്രീയുടെ പിന്നാലെ ഓടിയാൽ, ഭർത്താവ് തിരിച്ചു വന്നാൽ അയാൾക്ക് എത്ര പല്ലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ അല്ലേ? ശരിയല്ലേ? ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് വേറൊരു സ്ത്രീയുടെ പിന്നാലെ ഭർത്താവ് ഓടുക. ഒരു വീട്ടിൽ രാവിലെ തന്നെ പ്രശ്നം ഇതായിരുന്നു. അടുത്ത വീട്ടിൽ ഭർത്താവിൻ്റെ സ്വഭാവം തൻ്റെ ഭർത്താവിനില്ലാത്തത് കൊണ്ട് ഭാര്യ പറയാണ്, അപ്പുറത്ത് നോക്കി പഠിക്കും മനുഷ്യ, സ്നേഹം എന്താണ്. അപ്പുറത്തെ വീട്ടിലെ ശേഖരനുണ്ടല്ലോ, ഓഫീസിലേക്ക് പോകുമ്പോൾ ആ യമുനയുടെ കൈ പിടിക്കണു, എന്നിട്ട് ചുണ്ടിൽ വെക്കണു, എന്നിട്ട് പോയി വരട്ടെ എന്ന് പറയണു. ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും എന്നോട് കാണിക്കാറുണ്ടോ? ഇത്രയൊക്കെ സ്നേഹം നിങ്ങൾക്ക് എന്നോട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന്. ഉടനെ ഭർത്താവ് പറയാണ്, എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ശേഖരൻ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണെന്ന്. നിന്നോടല്ലത്, കാരണം നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോണ്ടല്ലോ നിന്നോടെങ്ങനെ എനിക്ക് തോന്നുന്നത്? ഏതെങ്കിലും ഭാര്യയ്ക്ക് തോന്നുന്നു അങ്ങനെ തൻ്റെ ഭർത്താവ് വേറെ സ്ത്രീയുടെ പിന്നാലെ ഓടിയിട്ട് തിരിച്ചു വരുമ്പം ആ സതീദേവി അങ്ങനെ തന്നെ പരമശിവനെ സ്വീകരിക്കുകയാണ്. ആ അബദ്ധങ്ങൾ ആർക്കെങ്കിലും എല്ലാവർക്കും പറ്റും, സാരമില്ല. ആ ക്ഷമിക്കാനുള്ള കഴിവ് അതാർക്കുണ്ടായിരുന്നു? സതീദേവിക്കുണ്ടായിരുന്നു. സതീദേവിയോട് പറയണോ, ആത്മാംശഭൂതം താം മായം ഭവാനിം ഭഗവൻ ഭവാം ശംസതാം ഋഷിമുഖ്യാനം പ്രീത്യാചഷ്ടാദ ഭാരതം. ദേവി കേട്ടോളൂ. അഭി വിവസ്യസ്ത്വമജസ്യ മായം പരസ്യ പുംസപരദേവതായാം അഹം കലാനാം ഋഷഭോ വിമുഖ്യേം യയാവശോന്യേ കിമുദാ സ്വതന്ത്രാം. ഞാൻ ആ ദേവിയുടെ രൂപം കണ്ടതും ഭഗവാന്റെ ദേവീ രൂപം കണ്ടതും എൻ്റെ മനസ്സുണ്ടല്ലോ ആകെ മോഹിച്ചുകൊണ്ട് ആ ദേവിയുടെ പിന്നാലെ ഓടിപ്പോയി. എൻ്റെ ദേവി എളുപ്പമല്ല ആ രൂപത്തിൽ നിന്നും മനസ്സിനെ കൊണ്ടുവരലിട്ടോ. വളരെ വളരെ വിഷമം തന്നെയാണ്. യം മാമ പ്രത്യസ്തമുപേത്യയോഗാൽ സമാസഹസ്രാന്തു ഭാരതം വൈ സയേഷ സാക്ഷാൽ പുരുഷ പുരാണോ നയത്ര കാലോ വിശദേന്ന വേദം. ആ ഭഗവാന്റെ ആ രൂപത്തെ കണ്ട് ഞാൻ മോഹിച്ചു പിന്നിൽ ഓടിയപ്പോൾ എൻ്റെ ബീജം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വിവേകം വന്നു.
ഏഷ സാക്ഷാൽ പുരുഷപുരാണോ. ഇത് വാസ്തവത്തിൽ എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ അതിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ ദേവി എനിക്ക് മുക്തനാവാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ച് ദേവി ഒന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഭഗവാന്റെ ഈ രൂപമുണ്ടല്ലോ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ജീവിത തത്വമുണ്ട്. അതെന്താണത്? ഏതന്മുഖകീർത്തയതോനുശൃണ്ണതോ നരിഷ്യതേ ജാതസമുദ്യമക്വതിൽ യദുത്തമ ശ്ലോകഗുണാനുവർണ്ണനം സമസ്ത സംസാര പരിശ്രമാപകം. എല്ലാ സംസാര ദുഃഖത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ ഈ ഒരു ഭഗവാന്റെ ലീല നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ സാധിക്കുന്നു. അപ്പം എന്താ ഭഗവാന്റെ ഈ ലീല ഓർത്തു കഴിഞ്ഞാൽ ദുഃഖത്തിൽ നിന്ന് മുക്തമാവുക എന്ന് പറയുന്നത്? മോഹിനിയുടെ പിന്നാലെ ഓടി തൻ്റെ ശക്തി ചോർന്ന് പരമശിവൻ തളരാതെ തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചൊരു കഥയാണ്, വീണ്ടും താൻ ഉണർന്നൊരു കഥയാണ് ഈ മായാമോഹിനിയുടെ പിന്നാലെ ഓടിയ കഥ. അപ്പം കാമം എന്ന് പറയുന്ന വികാരം അത് നമ്മളെ ലോകത്തിലേക്ക്, വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും ആകർഷിക്കുമെങ്കിൽ ദർ ഇസ് എ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ഓരോരുത്തരും ആ അട്രാക്ഷനിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരെയും ജന്മം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛന് അമ്മയുടെ ശരീരത്തോട് തോന്നിയ ഒരു കാമമാകുന്ന വികാരത്തിൻ്റെ അട്രാക്ഷനിലാണ് ഒരു ജീവൻ ഇവിടെ ഉണ്ടായി വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു സ്ത്രീയോടോ വസ്തുവിനോടോ എല്ലാ മനസ്സിനും എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും, കാമമുണ്ടാവും. ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. പണ്ട് നാരദ മഹർഷിയായിരുന്നു ഭഗവാനോട് വെല്ലുവിളിച്ചത്, എനിക്ക് കാമമൊന്നുമില്ല ഭഗവാനെ, അങ്ങനെയൊന്നുള്ളൂ എന്നെ ബാധിക്കില്ല. ഭഗവാൻ ചോദിച്ചു, സത്യമാണോ നാരദ മഹർഷി പറയണത്? സത്യം, ഇതൊന്നും എനിക്ക് ബാധിക്കുകയില്ല എന്ന്. ശരിക്കും ഓർത്തുകൊണ്ടാണോ അങ്ങ് പറയുന്നത്? ഓ, ശരിക്കും അനുഭവം കൊണ്ട് പറയാണ്. പറഞ്ഞതും ഭഗവാൻ ഒരു ലീല കളിച്ചു എന്നാണ്. എന്താ പറയാണ് ഭഗവാൻ? നാരദ മഹർഷി വല്ലാതെ ദാഹിക്കണമെന്നും, കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? ഓ, അതിനെന്താ, അടുത്തൊരു പുഴയുണ്ട്, അവിടേക്ക് വെള്ളം കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പം അതീവ സുന്ദരി ഒരു കുടത്തിൽ വെള്ളം മുക്കുകയാണ്. അവളാണെങ്കിൽ ആ വെള്ളം മുക്കുന്ന സമയത്ത് അവളുടെ മുഖവും അവളുടെ ശരീരമൊക്കെ കൂടി കണ്ടതും നാരദ മഹർഷി വെള്ളം മറന്നു. കുട്ടി എവിടുന്നാ? അച്ഛൻ അമ്മ അവരൊക്കെ മരിച്ചു, ഒറ്റയ്ക്കാ താമസം. കഷ്ടട്ടോ, ഒരു തുണ വേണമെന്നില്ലേ? തീർച്ചയായിട്ടും. എന്നാ ഞാനാവട്ടെ? തീർച്ചയായിട്ടും. പോയത് വെള്ളത്തിനാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ജീവിതം. കല്യാണം നടന്നു, കുട്ടികളാവാൻ തുടങ്ങി, അത് വളരാൻ തുടങ്ങി. സിനിമയ്ക്ക് പോകുമ്പോൾ ഒന്നിച്ച്, ഹോട്ടലിൽ പോകുമ്പോൾ ഒന്നിച്ച്, അങ്ങനെ സുന്ദരൻ ഞാനും സുന്ദരി നീയും, അങ്ങനെ ജീവിതം കൊണ്ട് നടന്ന് ഒരു ദിവസം കുട്ടികൾ വെള്ളം എടുക്കാൻ വേണ്ടി പുഴയിലേക്ക് പോയതാ. പെട്ടെന്ന് വലിയൊരു ഒഴുക്ക് വന്ന് ഒരു കുട്ടി അതിലേക്ക് വീഴുന്നത് കണ്ടപ്പോൾ രണ്ടാമത്തെ കുട്ടി പിടിക്കാൻ ചാടി. അങ്ങനെ നാരദ മഹർഷി നോക്കുമ്പോൾ ഭാര്യ ഓടുന്നു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വെള്ളത്തിലേക്ക് വീഴുന്നത് കണ്ടതും നാരദ മഹർഷിക്ക് സഹിച്ചില്ല. കുട്ടി പോയാലും കുഴപ്പമില്ല, ഭാര്യ പോകാൻ പാടില്ല. അങ്ങനെ ഭാര്യയെ പിടിക്കാൻ വേണ്ടി ചാടുന്ന സമയത്ത് നിൽക്കുന്ന നാരദ മഹർഷി വീഴുന്നൊരവസ്ഥ വന്നപ്പം ഭഗവാൻ, മഹർഷി എന്തു പറ്റി? വെള്ളത്തിന് പോയിട്ടില്ലേ പാർട്ടി? ആള് നിന്നതേ ഉള്ളൂ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആ വെള്ളം എടുക്കാൻ പോകുന്നതിൻ്റെ ആ നിൽപ്പിലാണ് ഈ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വന്നത്. അപ്പം ഈ കാമം എന്ന വികാരം അത് എത്രയൊക്കെ നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചാലും അത് പുറത്തേക്ക് വരും. അപ്പം നമ്മൾ കാമമാണോ ജീവിതം? ശ്രദ്ധിക്കണം. മനസ്സിൽ കാമം മാത്രമല്ല ഉള്ളത്, പ്രേമവും കൂടെയുണ്ട് പറയാണ്. കാമത്തിൻ്റെ വിപരീതമാണ് പ്രേമം. ഇന്നുണ്ടല്ലോ നമ്മൾ പ്രേമം എന്ന് ഉപയോഗിക്കുന്ന വാക്കേ അപകടത്തിലാണ്. ലവ് എന്ന് പറയുന്നത് അവൻ അവളോട് പ്രേമം എന്നാണ്, അല്ലേ? നിങ്ങൾ സപ്താഹമൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ പറയാണ്, ഭർത്താവിനോട് പറഞ്ഞു നോക്കൂ, എനിക്ക് നല്ല പ്രേമം വരാൻ തുടങ്ങിയെന്ന്. എന്താ അവർ മനസ്സിലാക്കുക? ഭഗവാനോട് പ്രേമം വരുന്ന എന്താ മനസ്സിലാക്കുക? ആരാവോ ഈ പ്രായത്തിൽ? ഈ രീതിയിൽ അവർ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ പ്രേമം എന്നുള്ള ശബ്ദത്തിന് നമ്മൾ അർത്ഥം വച്ചിരിക്കുന്നത് കാമത്തിൻ്റെ മറ്റൊരു രൂപമാണത്. എന്നാൽ ആധ്യാത്മികതയിൽ പ്രേമം എന്ന് പറയുന്നത് നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനോടുള്ള അടുപ്പത്തെയും അതിലുള്ള സമർപ്പണത്തെയുമാണ് പ്രേമം എന്ന് പറയുന്നത്. പരമാത്മാവിനോടുള്ള ആകർഷണം പ്രേമവും ലോകത്തോടുള്ള ആകർഷണം
കാമവും. ഇതാണ് സത്യം. അപ്പം നമുക്ക് കാമവും ഉണ്ട്, പ്രേമവുമുണ്ട്. കാമം മാത്രമായിട്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിതം നിലനിർത്തിക്കഴിഞ്ഞാൽ, അതിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല? പ്രേമത്തിലേക്ക്, ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം മനസ്സ് ബാലൻസ്ഡ് ആവില്ല. നേരത്തെ ഞാൻ പറഞ്ഞു 160 ഡിഗ്രി എത്ര സത്യമാണോ അത്രയും സത്യമാണ് മറ്റൊരു 160 ഡിഗ്രി. അപ്പം നമ്മുടെ മനസ്സിന് ലോകത്തിലേക്കും തിരിയാൻ പറ്റണം, മനസ്സിന് ഭഗവാനിലേക്കും തിരിയാൻ പറ്റണം. ഇപ്രകാരം ദേവി ആരാണോ സാധിക്കുന്നത്, സമസ്ത സംസാര പരിശ്രമാപകം അസത വിഷയമംഗ്രിം ഭാവഗമ്യം പ്രപന്നാം അമൃതമപരപര്യാനാശയൽ സിന്ധുമധ്യം കപടയുവതിവേഷോ മോഹയൻ യസ്വരാരിം തമഹമുപസൃതാനം കാമപൂരം നതോസ്മി. അസത വിഷയമംഗ്രിം, ഭഗവാന്റെ ഈ അതിമനോഹരമായിരിക്കുന്ന രൂപമുണ്ടല്ലോ, ഭാവഗമ്യം പ്രപന്നം കപടയുവതിവേഷോ. ഭഗവാന്റെ രൂപം അതീവ മോഹനമായ രൂപം. ഭട്ടതിരിപ്പാട് ഭഗവാന്റെ രൂപത്തേക്ക് വർണ്ണിക്കുമ്പോണ്ടല്ലോ, ഭട്ടതിരിപ്പാടിന് ഭഗവാന്റെ ആ സൗന്ദര്യത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു പോകും. നാരായണീയത്തിൽ പറയും, യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനൽ കാന്തം കാന്തിനിതാനതോപി മധുരം മാധുര്യദുര്യാധബീ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാനെ അവിടുത്തെ മനോഹരമായിരിക്കുന്ന ഈ രൂപമുണ്ടല്ലോ, സൗന്ദര്യോത്തരതോപി സുന്ദരതരം. ഇത്ര സൗന്ദര്യം ലോകത്തിൽ ആർക്കുണ്ട്? അങ്ങനെയുള്ള ആ മനോഹരമായ രൂപം ഇതാ ആരാണോ ആ രൂപത്തെ തൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ടും ആ രൂപത്തിന് പിന്നിലിരിക്കുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയും ഓർത്തുകൊണ്ട് തൻ്റെ ജീവിതം കൊണ്ട് നടക്കുന്നത് ഉപസൃതാനം, അതിനെ ആശ്രയിക്കുന്നവർക്ക് കാമപൂരം നതോസ്മി. അവർക്ക് എന്ത് കിട്ടും? അവരുടെ സകല കാമങ്ങളും പൂർണ്ണമാവും. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ലൗകികമായതും അനുഭവിക്കാം, ഏതും അനുഭവിക്കാം,